ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എക്സാം നിങ്ങൾ നടന്നു വരികയാണ് അല്ലേ. നമ്മുടെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു, സെക്കൻഡ് ഫേസ് കഴിഞ്ഞു, ഇനി എക്സാം നടക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെയാണ്, എല്ലാവരെയും സംശയം ഇതാണ്, അതിൻ്റെ മെയിൻസ് എന്നത്തേക്കാണ്, ഡിഗ്രി ലെവൽ എന്താണ് മെയിൻസ് എക്സാമുകൾ എന്നത്തേക്ക് കാണാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ മെയിൻസ് എന്നത്തേക്കൊക്കെ ഉണ്ടെന്ന് ഏകദേശം ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അതിനനുസരിച്ച് തയ്യാറെടുക്കാനൊക്കെ പറ്റും. നമുക്ക് പ്രിലിംസിനെ പോലെയല്ല, കുറച്ചും കൂടി കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്, സ്പെഷ്യൽ ടോപ്പിക്കുകളുണ്ട്, പിന്നെന്താണ് കൂടുതൽ കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് അത് എന്നത്തേക്കൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ എന്താണ് SBCIയുടെ എക്സാം എന്നാണ് ആഗസ്റ്റ് മുതൽ എന്താണ് ഒക്ടോബർ വരെയാണ്. ആഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങൾ എന്ത് ചെയ്ത് ഈ SBCIയുടെ എക്സാം നടക്കാനായിട്ട് സാധ്യതയുണ്ട്. അതായത് ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 3 മാസത്തിനകത്ത് എന്ത് ചെയ്യാം, SBCIയുടെ എക്സാം നടക്കാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് PSC പറയുന്നത്. നേരത്തെ അവർ അതിൻ്റെ കലണ്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെൻറ്റീവ് കലണ്ടർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്താണ് നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ എക്സാം എന്നത്തേക്ക് നടക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്താണ് ആഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ഉള്ള സമയങ്ങളിലായിട്ട് നടക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നീട് എന്താണ് അസിസ്റ്റന്റ്, അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കുള്ള അസിസ്റ്റന്റ്, അതിൻ്റെയൊക്കെ എക്സാം എന്നത്തേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതും ആഗസ്റ്റ് മുതൽ എന്താണ് ഒക്ടോബർ വരെയുള്ള മാസങ്ങളായിട്ട് നടക്കും. പിന്നീട് വരുന്നത് എന്താണ് ജൂനിയർ അസിസ്റ്റന്റ്, അതായത് KSFE, KSEB, KMML തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കൊക്കെയുള്ള ജൂനിയർ അസിസ്റ്റന്റിന്റെ എക്സാം, മെയിൻ എക്സാം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതും ആഗസ്റ്റ് മുതൽ എന്താണ് ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ നടക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നീട് വരുന്നത് എന്താണ് നമ്മുടെ KSRTC പോലുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള ജൂനിയർ അസിസ്റ്റന്റ്, അതും എന്നാണ് ആഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ നടക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നീട് വരുന്നത് എന്താണ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ. അപ്പോൾ ആംഡ് പോലീസ് SIയുടെ ഒക്കെ എക്സാം എന്നാണ് ആഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ. അപ്പോൾ എല്ലാ എക്സാമുകളും എങ്ങനെയാണ് ഏകദേശം ആഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ നടക്കാനായിട്ടാണ് സാധ്യത. പിന്നീട് വരുന്ന SI സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അതും എന്നാണ് ആഗസ്റ്റ് മുതൽ ഒക്ടോബർ മാസം വരെ നടക്കാനായിട്ടുള്ള സാധ്യതയാണുള്ളത്. പിന്നീട് എന്താണ് ജയിലറിൻ്റെ എക്സാം എന്നാണ് അതും ആഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ നടക്കാനായിട്ടാണ് സാധ്യത. അപ്പോൾ ഏകദേശം ഡിഗ്രി മെയിൻസ് എല്ലാം എന്താണ് ഏകദേശം ആഗസ്റ്റിൽ മുതൽ ഒക്ടോബർ അതിന് വരെയുള്ള സമയങ്ങളിലേക്ക് നടന്ന് തീരും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മൾ പ്രിലിംസിനെ പോലെയല്ല, കുറച്ചും കൂടി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ എന്താണ് നല്ല രീതിയിൽ തന്നെ പഠിക്കേണ്ട ഒരു എക്സാമുകളാണ് വരാൻ പോകുന്നത്. നമ്മൾ പോലീസിനെയൊക്കെ സംബന്ധിച്ച്, പോലീസൊക്കെ ഫോക്കസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് എന്താണ് ഏകദേശം 45 മാർക്കോളം എന്താണ് സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രമാണ്. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്നും പഠിക്കാതെ പോകരുത്. നന്നായിട്ട് സ്പെഷ്യൽ ടോപ്പിക്കുകളെല്ലാം പഠിക്കുക. എല്ലാ പോസ്റ്റിനും എന്താണ് സ്പെഷ്യൽ ടോപ്പിക്കുകളുണ്ട്. അതൊക്കെ എന്താണ് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് തന്നെ പഠിക്കുക. സ്പെഷ്യൽ ടോപ്പിക്കും കറണ്ട് അഫെയറും ഒക്കെ നന്നായിട്ട് പഠിക്കുക. പിന്നെ നമ്മൾ പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി, ബയോളജി എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതെല്ലാം എന്താണ് വീണ്ടും പഠിക്കാനിരിക്കാതെ റിവിഷൻ എന്ന രീതിയിൽ തന്നെ പഠിച്ചു പോവുക, റിവിഷൻ ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻ വെച്ച് വർക്കൗട്ട് ചെയ്യുക. മാത്സ് ആയാലും അതായത് ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും കാര്യങ്ങളെല്ലാം എന്താണ് മാക്സിമം ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് വർക്ക് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തേണ്ട എവിടെയാണ് സ്പെഷ്യൽ ടോപ്പിക്കുകളിലും കറണ്ട് അഫെയറിലും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്കോർ കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ എന്താണ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിൽ നമുക്ക് എന്താണ് സേഫായിട്ടുള്ള നമ്മുടെ സ്ഥാനം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഏകദേശം മാസമൊക്കെ അറിഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുക. സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. കറണ്ട് അഫെയർ നന്നായിട്ട് പഠിക്കുക. പിന്നീട് എന്താണ് നമ്മുടെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം എന്താണ് ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ച്, മാക്സിമം ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ച് തന്നെ റിവിഷൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.